ADGP RSS കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാർ DGPക്ക് നൽകിയ മൊഴിയുടെ വിവരങ്ങൾ 24-ന്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കള്ളക്കടത്ത് സംഘത്തിനും പങ്കുണ്ട് എന്നുമാണ് ADGPയുടെ മൊഴി. 5 മിനിറ്റ് മാത്രമാണ് RSS നേതാക്കളെ കണ്ടത്. കൂടിക്കാഴ്ച പരിചയപ്പെടൽ മാത്രമായിരുന്നുവെന്നും ADGP അജിത് കുമാർ മൊഴി നൽകി. 8 മണിക്കൂറാണ് മൊഴിയെടുപ്പ് നീണ്ടത്. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് ഈ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ? വേണു ബാലകൃഷ്ണൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP RSS കൂടിക്കാഴ്ചയിൽ മാത്രമായിരുന്നില്ല മൊഴിയെടുപ്പ്. അതായത് അൻവർ നൽകിയ പരാതി, ആ പരാതി DGP ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിശദമായ മൊഴിയെടുക്കലായിരുന്നു. 11 വിഷയങ്ങളിലായിരുന്നു ചോദ്യങ്ങൾ. 11 വിഷയങ്ങളിൽ വിശദമായി ഏതാണ്ട് 8 മണിക്കൂർ നീണ്ട മൊഴിയെടുക്കലായിരുന്നു നടന്നത്. ആ മൊഴിയെടുക്കലിൽ RSS കൂടിക്കാഴ്ച 11ാമത്തെ ഇനമായിരുന്നു. ആ 11ാമത്തെ ഇനത്തിൽ അദ്ദേഹം നൽകിയ മൊഴി ഏറ്റവും പ്രധാനം. ഇതിൽ 5 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ച പരിചയപ്പെടൽ മാത്രമായിരുന്നു. മാത്രവുമല്ല, അതിൽ അദ്ദേഹം ഉപയോഗിച്ച വാചകം ഇതാണ്: ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളെയും പരിചയപ്പെടാറുണ്ട്. ആ പരിചയപ്പെടുന്നത് തൻ്റെ പ്രവർത്തനത്തിൽ പലപ്പോഴും ഉപകാരപ്പെടാറുണ്ട്. സംഘർഷം വരുമ്പോൾ, കലാപങ്ങൾ വരുമ്പോൾ, മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂകളിൽ പെട്ടെന്ന് തന്നെ നേതാക്കളെ ബന്ധപ്പെട്ട് അതിൽ തീരുമാനമുണ്ടാക്കാൻ, തീർപ്പ് കൽപ്പിക്കാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഈ നടപടി ചെയ്തത് തെറ്റല്ല, ഇനിയും തുടരും എന്ന് പറയുന്നു. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് 2 കൂടിക്കാഴ്ചയും തൻ്റെ തന്നെ താല്പര്യത്തിലായിരുന്നു എന്നുള്ളതാണ്. അതായത് രാം മാധവിനെ കണ്ടത് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൻ്റെ ഭാഗമായിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന കോൺക്ലേവിൽ ലീല പാലസിൽ വെച്ചായിരുന്നു അത്. ആ സമയത്ത് റാവിസിൻ്റെ വൈസ് പ്രസിഡന്റ്, റാവിസ് ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ് ആശിഷ് കുമാർ ഈ ഒരു അദ്ദേഹം ഉണ്ടെന്ന് പറയുന്നു. ഉടനെ തന്നെ അദ്ദേഹം ആ പരിപാടിയിൽ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ കേന്ദ്രമന്ത്രി ചിദംബരം തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. അതിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. പരിചയപ്പെടൽ മാത്രമായിരുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിലെ കൂടിക്കാഴ്ച തൻ്റെ സുഹൃത്ത് ജയകുമാറിനൊപ്പമായിരുന്നു. ആ സമയത്ത് റിട്ടയർഡ് SP, മുൻ IPS ഉദ്യോഗസ്ഥനായ ഉണ്ണിരാജൻ ഉണ്ടായിരുന്നു. അതും 5 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച മാത്രമായിരുന്നു. മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ നിർദ്ദേശപ്രകാരമോ ആയിരുന്നില്ല കൂടിക്കാഴ്ച എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു. അതിനുശേഷമാണ് പറയുന്നത്, എല്ലാ ജാതി മത രാഷ്ട്രീയ നേതാക്കളെയും അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടാറുണ്ട്, അത് തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം വ്യക്തം, അദ്ദേഹം മൊഴി കൊടുത്തത് RSS വിഷയത്തിൽ മാത്രമല്ല, മാമി കേസ് ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും 11 ഇനങ്ങളിലായിരുന്നു ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളിലെല്ലാം വിശദമായ മറുപടി അദ്ദേഹം നൽകി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ അത് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നു, അതിൽ ഒരു ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയിൽ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കൂടി പങ്കാളിയാണ് എന്ന് ADGP MR അജിത് കുമാർ പറയുമ്പോൾ അതിന് ഗൗരവം ഏറുകയാണ്. വേണു ബാലകൃഷ്ണൻ, ദീപക്, ഈ CPI വളരെ ശക്തമായി ഉന്നയിക്കുന്ന വിഷയമാണ് ഈ കൂടിക്കാഴ്ച വിവാദം. അപ്പോൾ ഇങ്ങനെയാണ് ADGPയുടെ മൊഴിയെങ്കിൽ ഒരു നടപടി ഉണ്ടാകില്ലേ? അല്ല, ഇതിൽ സർക്കാർ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നടപടി എടുക്കാനായിരുന്നെങ്കിൽ ഈ ആരോപണം വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ മാറ്റാമായിരുന്നു. സർക്കാരിന് കൃത്യമായി ബോധ്യമുണ്ട് ഇക്കാര്യങ്ങളിൽ. കാരണം ADGP എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും ബോധ്യമുണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായും ഏതായാലും ഈ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, DGP, സംസ്ഥാന പോലീസ് മേധാവി വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ജയകുമാറിനുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി. ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ADGP അജിത് കുമാറിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകില്ല. CPIയുടെ നിലപാടുകൾ അത് ആ നിലപാടായി തന്നെ തുടരാനാണ് സാധ്യത. മാത്രവുമല്ല, ഇന്റലിജൻസ് മേധാവിക്ക് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. RSS കൂടിക്കാഴ്ച നടത്തിയ ഉദ്യോഗസ്ഥർ, അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഇവരുടെ എല്ലാം വിശദാംശങ്ങൾ സർക്കാരിന് ലഭ്യമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട്. വേണു ബാലകൃഷ്ണൻ, ശരി, ADGPയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് നൽകിയത്.